നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 2023 നടന്ന പ്രിലിമിനറി ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മേഖലകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വീഡിയോയുടെ തുടക്കത്തിലും ഞാൻ പറയുന്നുണ്ട്, മേഖലകൾ ഏറ്റവും കൂടുതൽ PSC ആവർത്തിക്കുന്ന മേഖലകൾ മനസ്സിലാക്കി ആ മേഖലകൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ട് എത്തിയ വർഷമാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഇത് ഈ വർഷം വരുന്ന സമയത്ത് നേരെ തിരിയാം. യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം വേണമെങ്കിലും വരാം. അത് ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കൃത്യമായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഒന്നാമത്തെ ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ ആഗമനം, പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെ ആഗമനം. അതിനകത്ത് ഗവർണർമാരുടെ പേരുകൾ ചോദിക്കാം, ഗവർണർമാരുടെ നയങ്ങൾ ചോദിക്കാം, പോർച്ചുഗീസ് ഗവർണർമാരുടെ നയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വരവിനെ പറ്റിയിട്ട് ചോദിക്കാം. അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിലും ചോദിക്കാം. രണ്ടാമത്തത് ഏത് തന്നെയാണ്? രണ്ടാമത്തെ മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയ കാര്യം, ടിപ്പു സുൽത്താന്റെ കാര്യവും ഹൈദർ അലിയുടെ കാര്യവും ഒക്കെയാണ്. മൈസൂർ യുദ്ധങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആ ഉടമ്പടി ഉണ്ടല്ലോ, ഹൈദരാബാദ് ഉടമ്പടി, ശ്രീരംഗപട്ടണ ഉടമ്പടി, അതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയിട്ട് 2 ചോദ്യങ്ങൾ. ഓക്കെ, അതുപോലെ മുഗൾ ചക്രവർത്തിമാരുടെ ചോദ്യങ്ങൾ എല്ലാ വർഷവും കാണണമെന്നില്ല. ചിലപ്പം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രിലിംസിന് നമുക്ക് എന്ത് പഠിക്കാൻ തന്നിട്ടുണ്ട്? നമ്മുടെ മുഗൾ സാമ്രാജ്യത്തെ പറ്റിയിട്ടും പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ദഹ്സല ഏതാണെന്ന് ചോദിച്ചു. അതുപോലെ അക്ബറിനെ പറ്റിയിട്ട്, അവരുടെ കവികളെ പറ്റിയിട്ട്, അന്നത്തെ കൃതികളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് 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 എന്ന് ഷാജഹാൻ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് വരില്ല, ഏതെങ്കിലും ഒരു ചോദ്യം വരും. പിന്നെയും സാമൂഹ്യ പരിഷ്കർത്താവിനെ പറ്റി ചോദിച്ചു, ഡ്രെയിൻ സിദ്ധാന്തം ആരുടെയാണെന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അതുപോലെ ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം ഒക്കെ ഓടിച്ചിട്ടൊന്ന് നോക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് മേഖലകൾ മനസ്സിലാക്കി ആദ്യം ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു പേരിൽ എഴുതിയിട്ടതിന് ശേഷം പഠിച്ചു തുടങ്ങാം. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ട് എത്തിയ വർഷം എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി 1498. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഓപ്ഷൻ സി ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. എന്താണ് മലബാറിന്റെ അധികാരം? മൈസൂരിലെ സുൽത്താൻ ആയിരുന്നല്ലോ, അത് ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് ഏത് ഉടമ്പടി? ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ മൈസൂർ യുദ്ധങ്ങള്, അതിന്റെ വർഷങ്ങളെല്ലാം ഓർത്തു വെച്ചേക്കാം. കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മ ഉപദേശ ശതകം എഴുതിയത്? ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു, അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്ന മേഖല. ശ്രീനാരായണ ഗുരു ചോദിക്കുന്നുണ്ട്, വൈകുണ്ഠ സ്വാമി ചോദിക്കുന്നുണ്ട്, ചട്ടമ്പി സ്വാമികൾ ചോദിക്കുന്നുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പാറ്റേൺ ഉണ്ട്. അതിനകത്ത് എല്ലാവരുടെയും പേരുകൾ ചോദിക്കും. സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും വരാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു 5-6 പേരിട്ടത് വൃത്തിയായിട്ട് പഠിക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഭൂമിയിൽ സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ് ഇതാണ് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിലാണ് കൊത്തിവെച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ദിവാൻ ഇ ഖാസ്. ദിവാൻ ഇ ഖാസ് എവിടെയാണത്? ഡൽഹിയിലാണ്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? രാമകൃഷ്ണൻ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്, അല്ലെ? വിവേകാനന്ദൻ. അപ്പം അതും കൂടെ ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിപ്പോ പറഞ്ഞ അത്രയും പേരുടെ കാര്യം പഠിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ പഠിക്കുക കേട്ടോ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻസ് തിയറി അവതരിപ്പിച്ചത് ഏത് ദേശീയവാദിയാണ്? എല്ലാവർക്കും അറിയാം, ദാദാഭായ് നവറോജിയാണ്. ബാസ്റ്റിലിന്റെ പതനം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആരാണ്? ഫസൽ അലി. ഫസൽ അലി കമ്മീഷൻ. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഓപ്പറേഷൻ വിജയ്. സ്ഥിരം ചോദ്യമാണ്. അടുത്തത് 11, കേരളത്തിലെ മൺസൂൺ മഴയെ കുറിച്ചുള്ള പ്രസ്താവന. ഇവിടം തൊട്ടിട്ട് നമുക്ക് താഴോട്ട് നോക്കാമെങ്കിൽ കാണാം, ഇതെല്ലാം തന്നെ എവിടെ നിന്ന് വന്ന ചോദ്യങ്ങളാണ്?
+1 ജോഗ്രഫി ആണ്. ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് പഠിക്കുക? +1 ജോഗ്രഫി പഠിക്കുക. ഇനി ഏതൊക്കെ മേഖലയാണെന്ന് നമുക്ക് നോക്കാം ചോദിച്ചിരിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഒന്ന് കാലാവസ്ഥ ചോദിക്കാറുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയുടെ നദി സ്ഥിരം ചോദ്യമാണ്. അതുപോലെ കാറ്റിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം സ്ഥിരം ചോദ്യമാണ്. പിന്നെ ഭൂചലനത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ എർത്തിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട്, അന്തരീക്ഷത്തെ പറ്റിയിട്ട് സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒന്നും കൂടെ ഊന്നൽ കൊടുത്ത് പഠിക്കുക. ഇപ്പം ഇവിടെ മൺസൂൺ മഴയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ മൺസൂൺ കവാടം എന്നാണ് കേരളത്തിന്റെ പേര്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. ഇവിടെ കേരളത്തിലെ മൺസൂൺ മഴയാണ്. അത് ഇന്ത്യയിലെ കാലാവസ്ഥ പറയുമ്പോൾ എടുത്തു പറയുന്നതാണ്. ആദ്യമായിട്ട് ഈ തെക്ക് കിഴക്കൻ മൺസൂൺ വരുന്നത് ഏത് വഴിയാണ്? കേരളത്തിലാണ് ആദ്യം ടച്ച് ചെയ്യുന്നത് അല്ലെ? ജൂൺ മാസത്തിൽ, ജൂൺ 1 തൊട്ട് 10 വരെ കേരളത്തിൽ ടച്ച് ചെയ്തിട്ടാണ് ഇത് അകത്തോട്ട് കയറുന്നതെന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. സോ താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1 ശരിയാണ് അല്ലെ? മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തിന്റെ പേര്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണോ? അല്ല. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലം അല്ല. ഇത് തിരിച്ചു പോകുന്നതാണ് അല്ലെ? തിരിച്ചു പോകുമ്പോൾ ടച്ച് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പ്രധാന മഴക്കാലം എപ്പോഴും ഇത് തന്നെയാണ്, മൺസൂൺ മഴയാണ്. സോ ഓപ്ഷൻ എ ആണ് ശരി. 12 കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. താമരശ്ശേരി ചുരം, അച്ചൻകോവിൽ ചുരം, കമ്പം ചുരം, ആറമ്പാടി ചുരം. വടക്ക് നിന്നും തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിന്റെ ശരിയായ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചുരങ്ങളാണ്. കേരളത്തിലെ ചുരങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. താമരശ്ശേരി ചുരം, അതിനുശേഷം കമ്പം ചുരം, അച്ചൻകോവിൽ ചുരം, ആറമ്പാടി ചുരം. ഇതൊരു സ്പെഷ്യൽ ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടില്ല. അപ്പൊ കേരളത്തിലെ ചുരങ്ങൾ ഒന്ന് പഠിക്കുക. 13 ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയല്ലാത്തത്? 1. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ഉയർന്ന കാറ്റിന്റെ വേഗതയുള്ള താഴ്ന്ന മർദ്ദ കേന്ദ്രമാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്. എല്ലാ ഡിപ്രഷനുകളും ചുഴലിക്കാറ്റുകളായിട്ട് മാറുന്നില്ല. ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിന്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. ഇതിനകത്ത് ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഉത്ഭവിക്കുന്നു. അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. ഇതും +1 ആണ് കേട്ടോ. ഇതും +1 ആണ്. 14 ഉയർന്ന താപനിലയിലും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉയർന്ന താപനില, കനത്ത മഴ, ഒന്നിടവിട്ട നനവുള്ള വരണ്ടതുമായിട്ടുള്ള കാലം, അങ്ങനെയുള്ള അതായത് ഈർപ്പം നിറഞ്ഞ ഒരു പ്രദേശം, അവിടുത്തെ മണ്ണിന്റെ സ്വഭാവമാണ് ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത താഴെ പറഞ്ഞതിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ എ ആണ് ആഫ്രിക്കൻ സവന്ന. കോപ്പന്റെ കാലാവസ്ഥ റീജിയൻ അതും കൂടെ നോക്കിയിട്ട് പോവാം +1ന്റെ. 16 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളം, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജനപാത, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ആണ്. ആൻസർ എല്ലാവർക്കും അറിയാം, PM ഗതിശക്തി. 17 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? പഞ്ചവത്സര പദ്ധതി 5-year പ്ലാൻ സ്ഥിരം ചോദ്യം. RBI സ്ഥിരം ചോദ്യം. നീതി ആയോഗ് സ്ഥിരം ചോദ്യം. അതുപോലെ പുത്തൻ സാമ്പത്തിക നയം സ്ഥിരം ചോദ്യമാണ്. അതുപോലെ വാണിജ്യ ബാങ്ക് സ്ഥിരം ചോദ്യമാണ്. അതൊക്കെ ഒന്നും കൂടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, മേഖലകളുണ്ട് എക്കണോമിക്സ്. അത് കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ 5 മാർക്ക് കിട്ടും. 17ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് 7.9%. 18 താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായത്? വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുന്നു. സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുക. പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക. വിദേശ വ്യാപാരവും പേയ്മെന്റ് സുഗമമാക്കുന്നതിന് ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുക. ഇതിനകത്ത് ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. 19 നീതി ആയോഗിന്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക, ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. The Inter-Ministerial Coordination Committee on the Multi-Dimensional Poverty Index constituted under Niti Aayog. Which of the following ministries and departments are included in the committee?
എന്താ ചോദിച്ചിരിക്കുന്നത്? നീതി ആയോഗിന്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്ന ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റികളും ഉൾപ്പെടുന്നു? നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഓപ്ഷൻ ഡി വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിനാണ് ലഭിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്. അപ്പൊ ഇത് ചോദിക്കും കേട്ടോ. 2022, 23, 21 പ്രധാനപ്പെട്ട നൊബേൽ സമ്മാനങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യമാണ്. അത് പല മേഖലകൾ ചോദിക്കാം. ഇപ്പൊ എക്കണോമിക്സ് മേഖലയാണ് ചോദിക്കുന്നെങ്കിൽ അവിടെ ചോദിക്കും, ഫിസിക്സ് മേഖലയാണെങ്കിൽ അവിടെ ചോദിക്കും, കെമിസ്ട്രി ആണെങ്കിൽ അവിടെ ചോദിക്കും, ഓക്കെ, ലാംഗ്വേജ് ആണെങ്കിൽ അവിടെ ചോദിക്കും, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിന് അത് ചോദിക്കാം. അതെല്ലാം പഠിച്ചിട്ട് പോവാം. 21 വെബറിന്റെ ഐഡിയൽ താരം ബ്യൂറോക്രസിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി? തൊഴിൽ വിഭജനം, വിപുലമായ പേപ്പർ വർക്ക്, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. എന്നാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 3, 4 ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22 CEDAW ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി സ്ത്രീകളുമായിട്ട്. കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വുമൺ എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. ഇത് 1979 UN അംഗീകരിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയ വർഷം 1981. സ്ത്രീകളുടെ ആ ഒരു എന്താണ് ഡിസ്ക്രിമിനേഷൻ പാടില്ല, അവരുടെ റൈറ്റ്സ് അനുവദിക്കണം എന്നുള്ള പേരിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് CEDAW, ദ കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വുമൺ. അടുത്തത് 23ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. RTA ആക്ട് നിലവിൽ വന്ന വർഷം. ഇങ്ങനെ ഈസി ആയിട്ട് ചോദിക്കണമെന്നില്ല. ഇനി 2005. 24 മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി VR കൃഷ്ണ അയ്യർ. ഋഷി സുനകിന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ലിസ് ആയിരുന്നു, ലിസ് ട്രസ്. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഓപ്ഷൻ എ ആണ് 389. ഇതും ചോദ്യമാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഭരണഘടനാ അസംബ്ലി ചോദിക്കും. നമ്മൾ മറ്റേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. 27 മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം. ഇതൊരു പുതിയ ചോദ്യമാണ്. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. കേശവാനന്ദ ഭാരതി എല്ലാവർക്കും അറിയാം, കേരള സംസ്ഥാനം. ചമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. മിനേർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ത്യ ഗവൺമെന്റ്. ഇതിനകത്ത് ഇതും മാത്രമായിരിക്കും എല്ലാവരും കേട്ടിട്ടുള്ളത്. മറ്റു രണ്ടും അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ആൻസർ എഴുതാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം പിന്നീട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ആദ്യം ചമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, അതിനുശേഷം ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ശേഷം കേശവാനന്ദ ഭാരതി കേസ്, 4ാമതാണ് മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ത്യ ഗവൺമെന്റ്. 28 കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിന്റെ പേര്. ഭൂമി ആരുടെ ഉടമസ്ഥാവകാശത്തിലെ? കർഷകന്. ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം, അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ഡി റയോട്ട് വാലി സമ്പ്രദായം. 29 പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ട് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കാം. 1 പഞ്ചായത്ത് രാജ് സ്ഥിരം ചോദ്യമാണ്. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ബി പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ ബന്ധപ്പെട്ടിരിക്കുന്നു. സി ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഓപ്ഷൻ ഡി ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റ്. പഞ്ചായത്ത് രാജ് 9 ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നു? അടുത്ത 30 ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ഏത് ആർട്ടിക്കിളിൽ ആണ് പറഞ്ഞിരിക്കുന്നത്? ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 355. ഈ ആഭ്യന്തര അസ്വസ്ഥതയാണ് നമ്മൾ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഒക്കെ മാറ്റി എന്ന് പറഞ്ഞില്ലേ. 31 പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് തപ്പും ചെണ്ടയും. 32 കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ചീരാമകവി. 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ചൈന.
34 ഏത് പ്രത്യേക കായിക ഇനത്തിലാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? അമേരിക്കൻ കപ്പ് നൽകുന്ന ഓപ്ഷൻ ഡി യാച്ച് റേസിംഗ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗെയിമാണ് കബഡി. ചെട്ടുകുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആലപ്പുഴ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ് ഓപ്ഷൻ ബി ഭാർഗവൻ പിള്ള. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ആണ് ലോസ് ഏഞ്ചൽസ്. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി BCCI. ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് പങ്കെടുത്തത് എന്ന് വേണം ചോദിക്കാനായിട്ട്. ഓപ്ഷൻ എ ഭോപ്പാൽ. 41 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ്? സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് തെറ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണം അല്ല. ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ശരി. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ 1, 2 ശരി. 43 താഴെ പറയുന്നവരിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വെർച്വൽ മെമ്മറിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് സ്പൂളിംഗ്. 44 റാംസം വെയറിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? റാംസം വെയർ എന്നത് സ്വയം ആവർത്തിക്കുന്ന ഒരു വൈറസ് ആണ്. സാധാരണയായി ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്രമണകാരി കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് നേടുകയും ഉപഭോക്താവിന്റെ ആക്സസ് ചെയ്യുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്ന തരത്തിലുള്ള സൈബർ കുറ്റകൃത്യം. ഡാറ്റയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് പണം നൽകാൻ ആക്രമണകാരി ഇരയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇതിനകത്ത് ഏതാണ് ശരി? ഓപ്ഷൻ ഡി ഇവ ഒന്നും ശരിയല്ല. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഫോക്കൽ ഫോസ. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇവിടെ തൊട്ടിട്ട് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, പ്രിലിംസിനുള്ളതാണ്. ഇവിടുന്ന് ഏതൊക്കെ ചോദ്യമാണ് വന്നിരിക്കുന്നത്? ISRO, DRDO കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. രണ്ടും ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ടെങ്കിൽ അത്. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? CMS-01 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. GAST-6A ഒരു ഭൂനിരീക്ഷണ ഉപഗ്രഹം. മിഷൻ EOS-03 വിജയിച്ചില്ല. INS-1C ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ഒന്നും അല്ല ഈ ചോദിച്ചിരിക്കുന്നത്. ഇനി പഠിച്ചിട്ട് പോകുമ്പോൾ ഇതെല്ലാം കൂടെ നോക്കത്തില്ല. എങ്കിലും നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുന്ന ഇപ്പം ചന്ദ്രയാൻ 3 പറ്റിയിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ആദിത്യ L1 പറ്റിയിട്ട് നോക്കിയിട്ട് പോവുക. EOS-03 പറ്റിയിട്ട് അറിയായിരിക്കും. അതുപോലെ INS പറ്റിയിട്ട് അറിയായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് പോകും. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ്. DRDOയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? DRDO 1959 രൂപീകരിച്ചു. INSAS ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന DRDO ആണ്. DRDO ബഹിരാകാശ വകുപ്പിന് കീഴിലാണ്. DRDOയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. ഏതൊക്കെയാണ് ഇവിടെ ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ശരി. താഴെ പറഞ്ഞ ഏത് രോഗമാണ് വൈറൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നിർണ്ണയിക്കാൻ കഴിയുന്നത്? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ സി ടൈഫോയിഡ്. ഇന്ത്യയിൽ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന? ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനം. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം? 108ാമത് ഓപ്ഷൻ ഡി നാഗ്പൂർ. അപ്പൊ 50 ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങളുടെ മേഖല നോക്കുന്ന സമയത്ത് PSC ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചില ചോദ്യങ്ങൾ നമ്മൾ ഒരു രീതിയിലും ആൻസർ എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ